അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനിലെ ഏറെ പ്രാധാന്യമുള്ള സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറെ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. ആചാരങ്ങളും അനാചാരങ്ങളും എന്നതാണ് നിങ്ങളോട് സംസാരിക്കേണ്ടുന്ന വിഷയം. അത് നേരെ അറബിയിലേക്ക് മാറ്റിയാൽ അസുന്നത്തു വൽ ബിദ്അത്തു എന്നാണ്. എല്ലാവർക്കും പരിചിതമായ ഒരു സംഗതിയാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി വരുന്നതാണ്. പക്ഷെ ഇന്ന് ഈ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇന്ന് ഈ ആശയം പറഞ്ഞാൽ ആളുകൾ ദേഷ്യപ്പെടും. കാരണം ജനങ്ങളുടെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ ഒരു നല്ല കാര്യം എങ്ങനെയാണ് അനാചാരമാണെന്ന് പറയുന്നത്? ഒരു നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പൊതുവെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിസ്കാരമോ നോമ്പോ ഖുർആൻ പാരായണമോ അതുപോലെ തന്നെ സദഖ കൊടുക്കലോ, ഇങ്ങനെ തുടങ്ങുന്നതെല്ലാം പുണ്യകർമ്മങ്ങളാണല്ലോ. അപ്പൊ സ്വാഭാവികമായും ആളുകൾ ചിന്തിക്കുന്നത് ഇതൊക്കെ പുണ്യകർമ്മമാണ്, പിന്നെ എങ്ങനെയാണ് ഇത് അനാചാരമാണെന്ന് പറയുക? അതുകൊണ്ടാണ് ചില ആളുകൾക്കൊക്കെ ഇന്നത് ശരിയല്ല, അത് പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾ ദേഷ്യപ്പെടും. അപ്പോൾ ആളുകൾ പറയും അതെങ്ങനെയാണ്, ഇന്ന സ്ഥലങ്ങളിലൊക്കെ അതില്ലേ, ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഇന്ന ഇന്ന പണ്ഡിതന്മാരത് പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ തുടങ്ങുന്ന വർത്തമാനമായിരിക്കും ഭൂരിപക്ഷം ആളുകൾക്കും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ അതിൻ്റെ മെറിറ്റിലെടുക്കണം. കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള വിഷയമാണ്, നമ്മളുടെ ധാരണകൾ മാറ്റിവെക്കുകയും നമ്മളുടെ കുറെ ധാരണകളും ചിന്തകളും ഒക്കെ ഈ വിഷയത്തിൽ മാറ്റിവെക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം അതിലേക്ക് സമീപിക്കാൻ. അതിൻ്റെ ഒരു സിമ്പിൾ ലോജിക്ക് ഞാൻ ആദ്യം പറയാം. ളുഹർ നമസ്കാരം 4 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടല്ലോ ഇപ്പം, അല്ലേ? 4 റക്അത്തല്ലേ നിസ്കരിച്ചത്? അതെ, 4 റക്അത്ത് നിസ്കരിച്ചു. ഒരാൾ എന്തുകൊണ്ട് ളുഹർ നമസ്കാരം 5 റക്അത്തായി കൂട്ടുന്നില്ല, 3 റക്അത്തായിട്ട് ചുരുക്കുന്നില്ല? എന്താ കാര്യം? എന്താണ് കാര്യം? പറയുന്ന എന്താന്ന് കാര്യം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് 4 ആണ്. അതുകൊണ്ടല്ലേ കൂട്ടാത്തത്, അല്ലേ? സുബൈ നമസ്കാരം 2 റക്അത്താണ്. അതിനു മുമ്പുള്ള സുന്നത്തും എത്രയാണ്? 2 ആണ്. അതിനു മുമ്പുള്ള സുന്നത്ത് ഒരു 6 റക്അത്ത് നിസ്കരിച്ച എന്താ കുഴപ്പം? സുബൈക്ക് മുമ്പ് വാങ്ക് വിളിച്ച് കഴിഞ്ഞ് ഇഷ്ടം പോലെ സമയമില്ലേ, അല്ലേ? അരമണിക്കൂർ സമയമില്ലേ? ഒരു 6 റക്അത്ത് നിസ്കരിച്ച എന്താ കുഴപ്പം?
സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് ഒരാറക്കായത്ത് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോന്ന്? ഉണ്ട്. എന്തുകൊണ്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല കാണിച്ചത്. അവിടുത്തെ നിസ്കാരം റക്അത്താനി ഖഫീഫത്താനി എന്നാണ്. ഈ മാനദണ്ഡം മാത്രം മതി ഈ എല്ലാ സംഗതികളിലേക്കും. അവിടെ വെച്ച തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ഏത് കാര്യത്തിലേക്കും ഇതങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ പിന്നെ വേറെ കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോകണ്ട. 100 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട് ഒരു ടീം. 100 റക്അത്ത് എപ്പോ? ബറാത്തിന്റെ രാത്രി. സ്വലാത്തുർ റഗായിബ് എന്നാണ് അതിന്റെ പേര്. നിസ്കാരമാണ് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതി, സൂറത്തോതി, പിന്നെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ അതേ രൂപത്തിൽ തന്നെ ഈരണ്ടായി നിസ്കരിച്ചൊരു 100 റക്അത്ത് നിസ്കരിക്കുന്നു. വലിയ വലിയ ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിനെ സംബന്ധിച്ച് പുകഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ പറഞ്ഞു ബിദ്അത്താനി ഖബീഹത്താനി മദ്മൂമത്താനി. അത് ബിദ്അത്താണ്, ദമ്മ് ആക്ഷേപിക്കപ്പെടേണ്ടതാണ്, ഖബീഹ് മോശമാണ്, വൃത്തികെട്ടതാണത്, മ്ലേച്ഛമാണത്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? നിസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം. അവിടെ ഫിഅലുർ റസൂൽ ഇല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്ക് അത് ബിദ്അത്താണെന്ന് പറയാൻ ഒരു മടിയുണ്ടായില്ല. ഇങ്ങനെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിനാണ് അള്ളാഹു പ്രവാചകനായിട്ട് ഇങ്ങോട്ട് അയച്ചത്? എന്തിനാണ് അയച്ചത്? നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ്, അല്ലേ? അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമ് വിശദീകരിച്ച് തരേണ്ട ആവശ്യം ഇല്ല. അറബികൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നു. ആ പ്രസംഗം, എൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ബഷീർ കഴിഞ്ഞിട്ടിട്ട് പറയാണ്, റഹ്മാൻ ഇപ്പൊ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായത് ഇന്നൊക്കെയാണ് പറയണമെന്ന് വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. കാരണം ഞാൻ പറഞ്ഞ മലയാളമാണ് നിങ്ങളും മനസ്സിലാക്കി. അതേ സമയത്ത് ഞാൻ ഇങ്ങനെയാ പറയുന്നത്, ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കും പോലെ എന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വിശദീകരണം ആവശ്യമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഇത്ര ഉള്ള പാമ്പിന്റെ വായിലിരിക്കണ തവള ഭക്ഷണത്തിന് അപേക്ഷിക്കണ പോലെ. അത് ഞാൻ പറഞ്ഞപ്പോൾ എന്തായി, കുറച്ച് കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ കേട്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു വിശദീകരണത്തിന് ആവശ്യം ഉണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിൽ ഇറക്കിയതാണ്. ആ അറബി ഭാഷ മനസ്സിലാകുന്ന ആളുകളോടാണ് ഓതി കേൾപ്പിച്ചത്. അവർക്ക് അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? ഈ ഇറങ്ങിയത് അറബി ഭാഷയിൽ ഇറങ്ങിയതാണ് എന്നത് മാത്രം വെച്ചിട്ടല്ലേ നിങ്ങൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞത്, അല്ലേ? യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ ഇറങ്ങിയതാണെങ്കിലും കലാം അള്ളാന്റെതാണ്. അള്ള എന്താണ് ലക്ഷ്യമാക്കിയതെന്ന് പറയേണ്ടത് ആളാരാണ്? ആര് പറയണം? അള്ള പറയണം, റസൂലല്ല. അള്ള പറയണം. അങ്ങനല്ലേ പരിശുദ്ധ ഖുർആനിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് അള്ള പറയാൻ, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു ثم إن علينا بيانا. നബിയെ, അങ്ങയുടെ
നാവ് ചലിപ്പിക്കേണ്ടതില്ല. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, ഇത് ധൃതിയാകാൻ എളുപ്പമാകാൻ വേണ്ടി അങ്ങയുടെ നാവ് ചലിപ്പിക്കേണ്ട നബിയെ. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, ഇത് ഒരുമിച്ച് കൂട്ടിത്തരലും ഓതിത്തരലും നമ്മുടെ ബാധ്യതയാണ്. ഫൈദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന, നാം ഓതിത്തന്നാൽ ആ ഓത്ത് നിങ്ങൾ പിന്തുടരണം നബിയെ. ثم إن علينا بيانا, പിന്നെ അത് വിശദീകരിച്ചു തരൽ നമ്മുടെ ബാധ്യതയാണ്. അത് വിശദീകരിച്ച് തരണം. മനസ്സിലായോ? ഇന്ന് ചില മനുഷ്യന്മാർ ചോദിക്കൂലേ, 5 നേരത്തെ നിസ്കാരം ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി എവിടെ കൊണ്ടുവാ? ഖുർആനിൽ കൊണ്ടുവാ ചോദിക്കില്ലേ? ഖുർആൻ ആയത്ത് ഓതി കേൾപ്പിക്കാമോ എന്ന് ചോദിക്കില്ലേ? നിങ്ങൾ ളുഹർ നിസ്കരിക്കണം, അസ്ർ നിസ്കരിക്കണം, മഗ്രിബ് നിസ്കരിക്കണം, ഇശാ നിസ്കരിക്കണം, സുബ്ഹി നിസ്കരിക്കണം. അത് ളുഹർ 4 റക്അത്ത് ആയിരിക്കണം, അസ്ർ 4 റക്അത്ത്, മഗ്രിബ് 3 ആണ്, സുബ്ഹി 2 ആണ്, ഇശ 4 ആണ്. എവിടെ ഖുർആനിൽ ഉണ്ടാ? ഇല്ല. അപ്പൊ അള്ളാഹു എന്തേ പറഞ്ഞുള്ളൂ? അള്ളാഹ് പറഞ്ഞത് അഖിമിസ്വലാത ലിദുലൂകിശ്ശംസി ഇലാ ഗസഖിൽ ലൈൽ വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. അത്ര അള്ളാഹ് പറഞ്ഞുള്ളൂ. ഇനി അതിന്റെ വിശദീകരണം പറയേണ്ട ആളാരാ? ആര് പറയണം? അള്ളാഹ് തന്നെ പറയണം. അള്ളാഹ് തന്നെ പറയണം. അള്ളാഹ് തന്നെ പറഞ്ഞത് ഞാൻ വിശദീകരിച്ചു തരാമെന്ന്. ഇനി അള്ളാഹിന്റെ വിശദീകരണം ഇങ്ങനെ വരുമോ? ഇല്ല, നബിതങ്ങളിലൂടെയാണ് വരിക. അതെവിടെ ഉള്ളത്? അതും ഖുർആനിലുണ്ട്. അള്ളാഹ് പറഞ്ഞു, ഈ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കിത്തരുന്നതിന് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ഈ വേദഗ്രന്ഥം നബിയെ നിങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ്. നാം ഇറക്കി തന്നത് നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. വിശദീകരിച്ചു വരും. ആ വിശദീകരണം നബിയുടെ സ്വന്തം വകയല്ല. ആണോ? ആണോ? അല്ല, നബിയുടെ സ്വന്തം വകയല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അവിടുന്ന് ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കൂല, വഹീന്റെ അടിസ്ഥാനത്തിലാ സംസാരിക്കുക. അപ്പൊ നബിതങ്ങളുടെ ബയാനും എന്താണ്? നബിതങ്ങളുടെ വിശദീകരണവും വഹി തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പോ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ചില ആശയങ്ങൾ പറഞ്ഞു തന്നു. അതിന്റെ വിശദീകരണമായി അള്ളാഹിന്റെ റസൂലിനെ അയച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആനിൽ പറഞ്ഞ ഓരോ സംഗതികളും നമുക്ക് വിശദീകരിച്ചു തന്നത്, അല്ലേ? അതല്ലാത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്, അതും വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെ. അങ്ങനെ വന്നാൽ ഇനി ചെയ്യേണ്ടുന്ന പണി സുന്നത്ത് മാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ്. സുന്നത്ത് മാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ചവിട്ടാൻ പാടില്ല എന്നാണ്. ചവിട്ടാൻ പാടില്ല. ഏതാണോ നബിതങ്ങൾ കാണിച്ചെന്ന സുന്നത്ത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം ജീവിച്ചു, ഇല്ലേ? സംശയമില്ലല്ലോ. അതെ, ഈ 23 കൊല്ലം ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറുപെടുന്ന അങ്ങോട്ട് വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ പറഞ്ഞത്, മുഹമ്മദ് എന്നല്ല. ശരി. അപ്പൊ 23 കൊല്ലക്കാലം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇങ്ങനെ ജീവിച്ച് കാണിച്ചു തരാണ്. ആ പ്രവാചകന്റെ 23 കൊല്ലക്കാലത്തെ ജീവിതം കണ്ടാണ് സ്വഹാബികൾ മുഴുവനും ദീന് പഠിച്ചത്, അല്ലേ?
ഒരു നൂറ്റാണ്ട് കാലം സ്വഹാബികളിവിടെ ജീവിച്ചു. ഒരൊറ്റ സ്വഹാബിയും നബിതങ്ങളുടെ സുന്നത്തിനപ്പുറത്ത് നിന്നിട്ടില്ല. ഇങ്ങോട്ടോ, അന്ന് കിതാബില്ല, കിതാബുകൾ എഴുതപ്പെട്ടിട്ടില്ല. അള്ളാന്റെ ഖുർആനേ ഉള്ളൂ. പിന്നെ പ്രവാചകന്റെ ചര്യകളും ആണ് പറയപ്പെടുന്നത്. വേറെ ഒരു കിതാബുകളും ഇല്ല. അതുകൊണ്ടൊക്കെ മനുഷ്യന്മാർ ഒറ്റ ജാതിയായിരുന്നു. എങ്ങോട്ടും പോകേണ്ടി വന്നിട്ടില്ല. സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് കണ്ടത് പ്രവർത്തിക്കും, മറ്റുള്ളവരത് കണ്ട് പ്രവർത്തിക്കും. സംശയമുണ്ടായാൽ പരസ്പരം സംശയം ചോദിക്കും. അപ്പോൾ 2-3 ആളുകൾ ചേർന്ന് ചോദിക്കും, പറയും, ക്ലിയറായി, കലാസ്. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? പറയും. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ലേ? ആ കാലഘട്ടം ഇപ്പോഴും ജീവിക്കാം. എന്ത് ചെയ്താൽ മതി? ഈ ജാതി സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക. എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ സുന്നത്തുകൾ മാത്രം അങ്ങോട്ട് എടുക്കുക. ബാക്കി അഖ്വാലുൽ ഉലമാഉകളും ഫതാവകളും ഒക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക. അത് നമുക്ക് വേണ്ട. ഇതില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഇവിടെ മുസ്ലിങ്ങളായി പൂർണ്ണമായിട്ട് ജീവിച്ച് മരിച്ചു പോയിട്ടില്ലേ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതിൽ എന്തൊക്കെയോ കുറവുണ്ട് എന്ന് പറയും. നിങ്ങൾ പ്രൂവ് ചെയ്യും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? മാ മിൻ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി വമാ മിൻ ശൈഇൻ യുഖർരിബുകും ഇലൻ നാരി ഇല്ലാ വഖദ് നഹൈതുകും അൻ. സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന, അടുപ്പിക്കുന്ന ഏതൊക്കെ നന്മണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിലേക്ക് നിങ്ങളെ ചേർത്ത് വെക്കുന്ന ഏതൊക്കെ തിന്മയുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് പറയും, ഇനി സ്വർഗത്തിൽ കടക്കാൻ വേറൊരുത്തന്റെ അവകാശമാണോ? എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള പുണ്യകർമ്മങ്ങൾ വേറൊരാളുടെ ഒത്താശമാണോ? വേണ്ട. ഹബീബിന്റെ സുന്നത്ത് ഇവിടെ പാരാവാരം പോലെ പരന്നു കിടക്കുമ്പോ ഞാൻ എന്തിന് വേറെ ആൾ അന്വേഷിച്ചു പോണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കാര്യത്തിൽ ഉണ്ടായിരിക്കെ അതല്ലാത്തൊരു വർത്താനം ഒരാൾ പറഞ്ഞാൽ ഞാൻ അതിലേക്ക് പോകാൻ പാടില്ല. അത് വലിയ അപകടമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാണ് നിങ്ങൾക്ക്? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ കേൾക്കുന്ന അതിനെ മെറിറ്റിൽ എടുക്കണില്ല. അതാണ് ഇവിടുത്തെ ഈ പ്രശ്നം. കേൾക്കണം അങ്ങനെ കേട്ടിട്ട് പിന്നെ വേറെ വർത്താനം പറയാ. എന്നാലും ഓലക്കത് ചെയ്യാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നബിതങ്ങൾ ദുആരെന്ന ഒരു പിതൃവ്യപുത്രനുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസിന്റെ മകൻ അബ്ദുള്ള. അള്ളാഹുവേ, ഇദ്ദേഹത്തിന് നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ, ബയാന് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് അള്ളാഹു റസൂൽ പ്രാർത്ഥിച്ച കുട്ടിയാണ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു വിഷയം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു. ആ വിഷയത്തിൽ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വന്നയാൾ എവിടുന്നൊക്കെ എന്തൊക്കെ കേട്ടിട്ട് വന്ന ആളാണ്. ഇന്നത്തെ കഥ ഏതാണ്? എവിടുന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കും, എന്നിട്ടൊരു ചോദ്യം ചോദിക്കും, ഉത്തരം നമ്മൾ പറയും റസൂൽ എങ്ങനെയെന്ന്. അല്ല, അപ്പൊ അങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ അവിടെ ഇവിടെ ഉണ്ടല്ലോ, അവിടെ കണ്ടെങ്കിൽ ദൂരെ അറിയാം. കാരണം അള്ളാഹു പ്രവാചകനായിട്ട് ആരെ അയച്ചിട്ടുള്ളൂ? ആരെ അയച്ചിട്ടുള്ളൂ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റാനേ അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ആ നബിയെ ഫോളോ ചെയ്താലേ രക്ഷപ്പെടൂന്നേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസിനോട് അറ്റയാള് പറഞ്ഞു, ഖാല അബൂബക്കർ കദാ വഖാല ഉമർ കദാ. അബൂബക്കർ ഇങ്ങനെ പറഞ്ഞു, ഉമർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ ഇബ്നു അബ്ബാസിന്റെ മറുപടി എന്താ? അങ്ങനെ മൂപ്പര് പറഞ്ഞിക്കണോ? എന്നാ ചിലപ്പോ ശരിക്കും അതായിക്കാരൻ ശരി. അപ്പൊ അള്ളാന്റെ റസൂൽ വാക്കിനൊരു വിലയില്ലല്ലോ ഇവിടെ. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും
ഇന്ന ഇന്ന ഇമാമുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നബിയെക്കാളും മേലാരാണ്? ഈ ഇമാമുകളാണ്, അല്ലെങ്കിൽ ആ പണ്ഡിതന്മാരാണ്. അതേ വർത്താനാണ് ഇയാൾ പറഞ്ഞ്. ഉടനെ ഇബ്നു അബ്ബാസ് പറഞ്ഞു, പക്ഷേ മറുപടി എന്താ അറിയോ? യൂശികു അൻ തുനസ്സല അലൈക്കും ഹിജാറത്തൻ മിനസ് സമാ, ആകാശത്തുനിന്ന് കല്ലുമഴ നിന്റെ മേൽ വർഷിക്കാൻ അടുത്തിരിക്കുന്നു, നിന്റെ മേൽ കല്ലുമഴ വർഷിക്കട്ടെ. അഖൂലു ഖാല റസൂലുള്ളാഹ് വതഖൂലു ഖാല അബൂബക്കർ വഖാല ഉമർ കദാ. ഞാൻ നിന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ പറയുന്നു അബൂബക്കർ ഉമറും പറഞ്ഞു, നിന്റെ മേൽ ആകാശത്തുനിന്ന് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങട്ടെ. ഏയ്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ? മനസ്സിലായോ പറഞ്ഞത്? എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ചെറുതല്ല, ചെറിയ പണിയല്ല, വലിയ കാര്യമാണത്. നിന്റെ മേൽ ആകാശത്തുനിന്ന് ശിക്ഷ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള പണിയാണ് ഇത് നീ പറഞ്ഞിരിക്കുന്നത് എന്നാ. ഇന്ന് ഇങ്ങനെ പറയാൻ ആളുകൾക്ക് വല്ല മടിയുണ്ടോ? നിങ്ങൾ ആലോചിക്ക്. ഞാൻ ഒരു വിഷയം പറഞ്ഞു, ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇങ്ങനെയാണ്. അപ്പൊ അയാൾ പറയാണ്, അങ്ങനെയാണെങ്കിലും ഇന്ന 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 ആളുകളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ അതല്ലേ ശരി. മനസ്സിലായി ഞാൻ പറഞ്ഞ്? അപ്പൊ ശരിക്കും നമ്മൾ അടിത്തറയായി വെക്കേണ്ട ഒരു സംഗതി, നമ്മളുടെ മതപരമായ വിഷയങ്ങൾക്ക് നമ്മൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി വന്നത് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. വേറെ ഒരാളെയും അള്ളാഹു അയച്ചിട്ടില്ല. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഏതെങ്കിലും ഒരു തർക്ക വിഷയത്തിന് നിങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ ഖൗലല്ലാതെ അല്ലെങ്കിൽ അവിടുത്തെ സുന്നത്തല്ലാത്ത ഒന്നിലേക്ക് പോയാൽ നിങ്ങൾ ആകെ നട്ടം തിരിയും. ഞാൻ പറഞ്ഞാൽ അള്ളാഹിന്റെ ഖുർആൻ പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. അള്ളാഹുവിന്റെ ഖുർആൻ, നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. അതൊരു പൊതുകാര്യമാണ്. അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. എന്നാൽ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, മതകാര്യത്തിൽ നിങ്ങൾ തർക്കിച്ചാൽ, മതകാര്യത്തിൽ ഭിന്നത വന്നാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മാത്രമേ മടക്കുള്ളൂ. അങ്ങനെ മടക്കാൻ അള്ളാഹു പറയുന്നപ്പോഴാ ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾക്ക് അള്ളാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വാസം ഉണ്ടോ എങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല, അതാണ് ഉത്തമം, അതാണ് നല്ല പര്യവസാനം. ബാക്കി ഒന്നിനും പര്യവസാനം ഉണ്ടാവില്ല. മനസ്സിലായോ? പര്യവസാനം ഉണ്ടാവില്ല. ഏത് കാര്യം എടുത്തോളി നിങ്ങൾ. അത് ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ് തന്നെ എടുത്തോളി. എത്രയാണ് എണ്ണമേ ഇല്ല, എത്രയേ ആകാന്ന് പറയുന്ന ആളുകൾ, 23-നപ്പുറത്ത് പോകാൻ പാടില്ല എന്ന് പറയുന്ന ആൾ, അങ്ങനൊക്കെ കുറെ തർക്കങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ തർക്കത്തിലൊന്ന് തിരിഞ്ഞു നോക്കി, എങ്ങോട്ട്? അള്ളാഹിലേക്കും റസൂലിലേക്കും തിരിഞ്ഞു നോക്കി. അപ്പൊ നമുക്ക് കാണാം, ഇനി ഞാൻ പറയാൻ പോണത് ശരിക്കും ശ്രദ്ധിച്ചിരുന്നോളൂ. അപ്പൊ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 കൊല്ലമാണ് റമദാനിൽ ജീവിച്ചിരുന്നത്. എത്ര കൊല്ലം? 9 കൊല്ലം. എന്ന് പറഞ്ഞാൽ റമദാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ട് നബി തങ്ങൾ 9 കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ. ഹിജറ 2-ാം വർഷം ശഅബാനിലാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നത്. 11-ാം കൊല്ലത്തിലാണ് നബി തങ്ങൾ വഫാത്താവുന്നത്. അപ്പൊ എത്ര കൊല്ലം കിട്ടി? 9 കൊല്ലം.
ആ 9 കൊല്ലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം റമളാനും അല്ലാത്തപ്പോഴും രഹസ്യമായത് അറിയുന്നത് ആര് മാത്രമായിരിക്കും? ഭാര്യമാര് മാത്രമായിരിക്കും. പരസ്യമായി നിസ്കരിക്കുന്നത് കണ്ടത് നാട്ടുകാരൊക്കെ കാണും, ഇല്ലേ? ശരി. അങ്ങനെയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രിയിലെ നിസ്കാരം എത്രയെന്ന് ആയിഷ ബീവി പറഞ്ഞു. എത്രയാണ്? 11. അത് റമളാനിലും 11, അല്ലാത്തപ്പോഴും 11. തഖ്രീബൻ 13, ഏകദേശം ഒരു 13 റക്അത്ത്. ഒന്നെങ്കിൽ ഇശാഇന്റെ സുന്നത്തിന് ഇങ്ങോട്ട് വെച്ചു, അല്ലെങ്കിൽ സുബൈന്റെ സുന്നത്ത് ഇങ്ങോട്ട് വെച്ച് ചേർത്ത് 13. ഖലാസ്. ക്ലിയർ അല്ലേ? അല്ലേ? ഒരാളുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നത് അവിടുത്തെ ഭാര്യമാർ. ഭാര്യ കൃത്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞു, 11 നിസ്കരിച്ചിട്ടില്ല. ഇനി പരസ്യം അറിയുന്നത് എല്ലാവരും കാണുന്നുണ്ടല്ലോ. അതാവട്ടെ നബിതങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചപ്പോൾ കണ്ടതാണ്. പള്ളിയിൽ വന്ന് നിസ്കരിച്ചപ്പോൾ കണ്ട ആളുകളൊക്കെ പറഞ്ഞു 11 ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചത്. ക്ലിയർ ആയോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവിടുന്ന് രഹസ്യമായും പരസ്യമായും നിസ്കരിച്ച എണ്ണത്തിന്റെ കണക്ക് 11. നമ്മൾ നബിതങ്ങൾ നിസ്കരിച്ച എത്രയാണ് എണ്ണം വന്നിട്ടില്ല എന്ന് മഹാവിഡ്ഢികൾ വളരെ കൃത്യമായി നബിതങ്ങളുടെ പിന്നിൽ സ്വഫ് കെട്ടി നിന്ന സ്വഹാബികൾ പറയുന്നുണ്ട്. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിക്കുകയും ആ റസൂൽ നിസ്കരിക്കുന്നത് കാണുകയും ചെയ്ത ആയിഷ ബീവിയും പറഞ്ഞു. മനസ്സിലായോ? ഞാനൊരു ഉദാഹരണം, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ റമദാൻ ആയതുകൊണ്ട് ഉദാഹരണം ഞാൻ പറയാം. ഇനി ലോകത്ത് വന്ന മുഴുവൻ ആളുകളും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച ആ എണ്ണമാണ് അഫ്ളൽ. ആ എണ്ണമാണ് അഫ്ളൽ. അതായത് എത്രയും നിസ്കരിക്കാം എന്ന് പറഞ്ഞ ആളുകൾ പോലും പറഞ്ഞത് അഫ്ളലായ എണ്ണം എത്രയാണ്? 11. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചോയ്സ് വെക്കാണ്. അപ്പുറത്ത് കുറെ സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേറ്റവും നല്ലത് നോക്കിയിട്ട് നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി എടുക്കുന്നത് മോശമായതായിരിക്കോ അല്ല ഏറ്റവും നല്ലതായിരിക്കോ? ഏതെടുക്കാം? ഏറ്റവും നല്ലതല്ലേ പോയി എടുക്കുക. അപ്പൊ തർക്കം വന്നപ്പോൾ ഇവരൊക്കെ പറഞ്ഞു ഏറ്റവും അഫ്ളൽ 11, റസൂലുള്ളാഹി നിസ്കരിച്ച 11 തന്നെയാണ്. എന്നാ അതല്ലാത്തത് പിന്നെയും എത്രയും നിസ്കരിക്കാം എന്ന് പറഞ്ഞു വെച്ചാൽ ബുദ്ധിയുള്ള വിവേകമുള്ള പ്രവാചകനോട് ഇഷ്ടമുള്ള ദീനിനോട് കൂറുള്ള അള്ളാഹുവിന്റെ ദീനിന് മാത്രമേ അതിൽ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നറിയുന്ന ഒരാൾ എത്ര നിസ്കരിക്കുള്ളൂ? പറയും, നിസ്കരിക്കുള്ളൂ. അതിനപ്പുറത്ത് നിസ്കരിക്കുന്ന ആളുകളൊക്കെ നബിചര്യക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് നമ്മൾ പറയും. അതിന് ഏത് പോലീസുകാരൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയും. കഴിഞ്ഞ വർഷം ഇത് പറഞ്ഞിട്ടാണ് ഒരു കൊല്ലം കഴിഞ്ഞിക്കണു. പല ആളുകളും എന്നോട് മിണ്ടാതായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിക്കണു എന്നൊക്കെ അറിയോ? എന്താ കാര്യം? 11 നിസ്കരിക്കാൻ പറ്റുള്ളൂ. അള്ളാന്റെ റസൂൽ നിസ്കരിച്ച രൂപമേ പറ്റൂ, അതിനപ്പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞതാ പ്രശ്നം. ആദ്യം നമ്മൾ എവിടെയെങ്കിലും പറയും. കാരണം അതാണ് പ്രവാചകന്റെ ചര്യ. അതാണ് ശരിക്കും അഹ്ലുൽ സുന്ന എന്ന് പറഞ്ഞാൽ. അഹ്ലുൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചക ചര്യക്ക് വിരുദ്ധമായി ചെയ്യലാണ്. അത് കേവലം ഒരു മങ്കൂസ് പോലെ തോതൽ മാത്രമാണോ? മങ്കൂസ് പോലെ തോതൽ ബിദ്അത്ത്, റാത്തീബ് നടത്തൽ ബിദ്അത്ത് അല്ലേ? സുബഹിയുടെ കുനൂത്ത് നടത്തൽ ബിദ്അത്ത്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൽ ബിദ്അത്ത്, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതൽ ബിദ്അത്ത്, മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കൽ ബിദ്അത്ത്. എന്താ ഇതിനൊക്കെ ബിദ്അത്ത് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാണ്? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചില്ല എന്നല്ലേ പറഞ്ഞത്?
എന്നാ അതിന് മാത്രം ബാധകത്, അതിന് മാത്രമേ ബാധകമുള്ളൂ. ഓർക്ക് മാത്രം ബിദഅത്ത്. നമ്മളെ കയ്യിൽ ഒരു ബിദഅത്തും ഇല്ലേനു. നമ്മുടെ കയ്യിലുള്ള ബിദഅത്ത് എന്നാണ് തിരിച്ചറിയണ്ടേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിന് വിരുദ്ധമായി ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് ബിദഅത്താണ്. അത് ശരിയല്ല. ഏറ്റവും കുറഞ്ഞത് നല്ലതിന്റെ മാറ്റം എന്നെങ്കിലും പറയാലോ, നമുക്ക് ശരിയായതിന്റെ നേരെ വിപരീതം എന്നെങ്കിലും പറയാലോ. ഇനി ബിദഅത്താണ് ഹറാമാണെന്ന് പറഞ്ഞില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച ഏറ്റവും നല്ല പ്രവർത്തികൾക്ക് താഴെയാണ് അതിന്റെ സ്ഥാനം എന്നെങ്കിലും നമുക്ക് പറയാലോ. ഇത് വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതാണ്. ഇന്നിപ്പോ മുസ്ലിം സമുദായത്തിൽ, അതാ ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ടാണ്. സ്വഹാബികളും താബിഈങ്ങളും ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ചെയ്യേണ്ട പണി ഏതാണ്? മുഴുവൻ കാര്യങ്ങളിലേക്കും റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്കും അടക്കുക. ഇബാദത്തുകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലേക്ക് മാറ്റുക. നമ്മൾ എത്ര കണിശമായി പറയുന്നവരാണ്. ആരാ കണിശം പറയുന്നത്? രാത്രിയിൽ കിടക്കാൻ നേരത്ത് ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന പഠിപ്പിച്ചു നമ്മൾ, അല്ലേ? എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅ്തു ളഹ്രി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ആമന്തു ബികിതാബികൽ ലദീ അൻസൽത വബിനബിയ്യികൽ ലദീ അർസൽത. വിശാലമായി പഠിച്ച പ്രാർത്ഥനയാണ്. അവിടെ നമ്മൾ നമ്മുടെ നാട്ടിലെ പാവങ്ങളായ, നാട്ടിൽ ഈ വിഷയങ്ങളൊന്നും അറിയാത്ത നമ്മുടെ നാട്ടിലെ ആളുകളോട് നമ്മൾ പറയും, ജനങ്ങളെ, നിങ്ങൾ പറയുന്ന റാത്തീബും മൗലൂദും ഒന്നും ശരിയല്ല. കാരണം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതിന് വിരുദ്ധാണ്. നിങ്ങൾ ഹദ്ദാദ് ചൊല്ലുന്നു, ഹദ്ദാദിൽ ദിക്റൊക്കെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയ കോലം അതോടുകൂടി അത് ബിദ്അത്തായി. പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അവിടെയാണ് ഈ ഭാഗം വെച്ചു കൊടുക്കുക. എന്ത്? ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് നബിതങ്ങൾ തിരിച്ചു പറഞ്ഞു, സഹാബത്ത് തിരിച്ചു പറഞ്ഞു കൊടുത്തപ്പോ ആമന്തു ബി കിതാബിക്കല്ലദീ അൻസൽത വബി നബിയ്യിക്കല്ലദീ അർസൽത എന്നിടത്ത് വബി റസൂലിക്കല്ലദീ അർസൽത എന്നൊരു സഹാബി പറഞ്ഞപ്പോ റസൂൽ തിരുത്തിച്ചു, അങ്ങനെ പറയണ്ട, ഞാൻ പറഞ്ഞത് പറഞ്ഞാ മതി. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നബിയേക്കാൾ അഗലബാണ് ആര്? റസൂൽ. കാരണം ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളാണ് ആര്? റസൂൽ. ആ പദം പോലും പറയണ്ട എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് മുമ്പളെന്ന് പറയാണ് എന്ത്? അത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. ആ പണ്ഡിതൻ പറഞ്ഞു, ഈ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഓല നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഈ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. അതാണ് അജിപ്പ നീന്ന് പഠിച്ചത്. അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് എന്താണോ അത് നടക്കണം, അത് നടപ്പിലാവണം, അത് നമ്മുടെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കണം. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. അതിനപ്പുറത്തേക്ക് വരുന്നത് ഇപ്പൊ ബദർ ദിനങ്ങൾ കടന്നു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട എത്രയോ ബിദ്അത്തുകളാണ് വരുന്നത്. ബിദ്അത്ത് മാത്രമല്ല, ധാരാളം ആളുകൾ ശിർക്കിന്റെ പിടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, പിന്നെ വടകര അതിന്റെ ഉള്ള ഭാഗത്ത് എവിടെയോ ഒരു വീട് കത്തി. അത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? വീടിന്റെ മുകൾ ഭാഗം കത്തുന്നു, ആളുകളൊക്കെ പേടിച്ചരണ്ടു പോവാണ്. അപ്പൊ ഒരാൾ ബദരീങ്ങളെ 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 എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ചെങ്ങായിമാരെ നിർത്തിയിട്ട് അള്ളാനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനൊരുത്തൻ വോയിസിടാണ്, ഇജ്ജ് കലമ്പ നിൽക്കണ്ട, നിങ്ങളെ കലമ്പണ്ട, നമ്മളെ ബദരീങ്ങളെ വിളിച്ചത് കൊണ്ട് തന്നെയാണ് മേലെ പുര മുഴുവനും കത്തിക്കൊണ്ടിരിക്കുമ്പോ അകത്തുള്ള ആളുകൾ രക്ഷപ്പെട്ടത് ബദരീങ്ങളെ വിളിച്ചത് കൊണ്ടാ. നമുക്ക് ബദരീങ്ങളെ വിളിക്കാൻ അപ്പൊ തോന്നിയത് അള്ളാനെ വിളിക്കാനല്ല, അള്ളാനെ വിളിക്കുന്നതിനേക്കാൾ തോന്നിയത് ബദരീങ്ങളെ വിളിക്കാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ഖൗമിന്റെ അവസ്ഥ എത്രയായി. ഈ ഖൗമിനെ കൊണ്ട് എത്തിച്ച അവസ്ഥ എത്രയാണ്. അത്രയും പരീക്ഷണ ഘട്ടത്തിൽ പോലും എന്ത് ചെയ്യാ, ബദരീങ്ങളെ വിളിച്ചിട്ട് ബദരീങ്ങളെ വിളിച്ച് സങ്കടം പറയുക. ഇതിങ്ങനെ നമ്മുടെ നാട്ടിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നടക്കും, ഇപ്പോഴും നടക്കും, ഇനി നടന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരം ബിദ്അത്തുകളെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ശിർക്കിനെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ആ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഞാൻ എന്താവണം? അപ്പൊ ഓൻ ഇങ്ങോട്ട് ചോദിക്കാൻ, അല്ല ഇജ്ജിങ്ങനെ ചെയ്യുന്നുണ്ട്, അതോ
അതാ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. അന്ന് ഇത് ഞങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു തന്നെയാണെന്ന് പറഞ്ഞാലോ? അതാണ് ഖുർആന്റെ പ്രയോഗം. ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ. ഖൈർ അല്ലാഹുവിന്റെ റസൂലിലേക്കും അല്ലാഹുവിലേക്കും മടക്കലാണ്. അതാണ് നല്ല പര്യവസാനം, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. അല്ലാത്തത് എവിടെ പോയാലും നിങ്ങൾ മട്ടലുമ ചവിട്ടിയ മാതിരിയാവും. അവിടെ ചവിട്ടുമ്പോൾ ഇവിടെ പൊന്തും, ഇവിടെ ചവിട്ടുമ്പോൾ അവിടെ പൊന്തും. കാരണം ശിർക്ക് ന്യായീകരിച്ച് എഴുതപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അറബി ഭാഷയിൽ. ബിദ്അത്തുകൾ ന്യായീകരിച്ച് എഴുതപ്പെട്ട ധാരാളം പണ്ഡിതന്മാരുണ്ട്. ബിദ്അത്തിനെ ന്യായീകരിച്ച് എഴുതിയ ഗസാലിയെ കുറിച്ച് പിൽക്കാലത്ത് വന്നവർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കിതാബിൽ കണ്ടതുകൊണ്ട് നീ വഞ്ചിതനാവണ്ട, അത് ശരിയല്ല, അത് ബിദ്അത്താണ്. അതുകൊണ്ടാണ് ജനങ്ങളോട് നമ്മൾ പറയുന്നത് സുന്നത്ത് പിൻപറ്റണം. ഏത് കാര്യത്തിലും ചോദിക്കണം, സുന്നത്ത് എങ്ങനെയാണ്? ഇങ്ങനെ. എന്നാ ശരി, ഞാൻ അവിടെ ഒന്നു റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരാണോ ഇത്? എന്നാ ഞാൻ ഇല്ലട്ടോ, അസ്സലാമു അലൈക്കും, നമ്മൾ അതിനകത്ത് നിന്ന് വിടുക. കാരണം എന്താണെന്നറിയോ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരോട് ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത്, നമ്മളാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഖബറിൽ കിടക്കേണ്ടത് ഞാൻ ഒറ്റക്കാണ്. മഹ്ശറിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഒറ്റക്കാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ഹിസാബ് വരുമ്പോൾ ഞാൻ ഒറ്റക്കാണ്. എൻ്റെ കർമ്മങ്ങളെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും മറുപടി പറയേണ്ടവൻ ഞാൻ മാത്രമാണ്, വേറെ ആരുമല്ല. അതിനൊരു കൂട്ടത്തിൽ നമ്മുടെ കുടുംബമോ നമ്മുടെ അയൽവാസികളോ നമ്മുടെ സംഘടനക്കാരോ നമ്മുടെ ഗ്രൂപ്പുകാരോ നമ്മുടെ നാട്ടുകാരോ നമ്മുടെ പാർട്ടിക്കാരോ നമ്മളെ രാഷ്ട്രീയക്കാരോ ഒരാളും ഉണ്ടാവില്ല, നമ്മളൊറ്റക്ക്. അതുകൊണ്ടാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ ചെയ്യുന്നതിൽ നബിതങ്ങളുടെ സുന്നത്തല്ലാത്തതുണ്ടാവരുത്. അങ്ങനെ ഒരാൾ ചൂണ്ടിക്കാണിക്കാനല്ല, നിങ്ങൾ ഈ ചെയ്തതേ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണോ? അല്ലാഹ് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഇൻഷാ അല്ലാഹ്. അല്ല, അവിടെ കിടന്നിട്ട് മെഴുകി വരിക നിൽക്കരുത്. എന്ത്, ഞാൻ ഉമർ മൗലവീൻ്റെ കാലത്തുണ്ട്, ഞാൻ രണ്ടത്തോണി ചെയ്തു മൗലവീൻ്റെ പ്രസംഗം കേട്ടയാളാണ്, ഞാൻ ഇവിടെ പറപ്പൂരൊക്കെ ഉള്ളപ്പോഴേ ഞാൻ കണ്ടതാണ് എന്നൊന്നും പറഞ്ഞ് മെഴുകാൻ നിൽക്കണ്ട. ശരിക്കും റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഓല് നിങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ കണ്ടിട്ടില്ലെങ്കിലോ, നിങ്ങൾ ഈ ചെയ്ത പണി അവർ കണ്ടിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇങ്ങനെ പറയുന്നത് നമ്മൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇരിക്കുന്നത് കൊണ്ട് മാത്രം കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്താണോ അതാണ് ശരി. നബിതങ്ങളുടെ സുന്നത്തിനെതിരാണോ അതെന്തായാലും ശരിയാവില്ല. ഇനി എത്ര ആളുകൾ പറഞ്ഞാലും അത് ശരിയാകൂല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കണം. ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായി ഇതിങ്ങോട്ട് ആവാഹിച്ച് ശക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണ്ട. പിന്നെ ആരുടെയും വലിപ്പം നമുക്ക് വലിപ്പാവില്ല. മുലാമാര് വന്നിട്ട് പറയുന്നില്ലേ, മഹാന്മാരായ ഇമാം നവവി, ഇമാം ഷാഫിഈ, ഇമാം അസ്റഈ, ഇമാം അങ്ങ് പറയുമ്പോൾ അങ്ങനെ ബേജാറാവില്ല നമ്മൾ. ഞാൻ പറയും, മോനെ ഇതിനേക്കാളൊക്കെ മേലൊരാളുണ്ട്. ആരാന്നറിയോ? ആരാ? ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവിടെ ഉള്ളത്, ഇവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തും. ഞാൻ അവിടെ ഇപ്പം. അതുകൊണ്ട് ഇങ്ങോട്ട് ക്ലാസ് എടുക്കാൻ നിൽക്കണ്ട. നമ്മൾ അവിടെയുള്ള റസൂലുള്ളാഹിന്റെ സുന്നത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞോളി, സ്വീകരിക്കാൻ തയ്യാറാണ്. ഇല്ല, മുണ്ടാതെ പോയിക്കോളി. മനസ്സിലായി പറഞ്ഞത്? ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടവരുണ്ട്, ശക്തമായി പഠിപ്പിച്ചു കൊടുക്കണം. ആര് പറഞ്ഞാലും തെറ്റുപറ്റാം, കളവാവാം, അബദ്ധമാവാം. ആരൊഴിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ച്. റസൂലുള്ള പറഞ്ഞാൽ കളവല്ല, അബദ്ധമല്ല, പിഴവുമല്ല. ഇത് ക്ലാസ് എടുത്തു കൊടുക്കാൻ മാലിക് ഇമാമദ മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹിന്റെ ഖബറാണ് അവിടെ കാണുന്നത്. കുട്ടികളൊന്ന് അറച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞിട്ട് വർത്താനം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ വാക്കിതാണ്, ആര് പറഞ്ഞാലും മതമാണോ? ശ്രദ്ധിക്കണം, ആലോചിക്കണം, ചിന്തിക്കണം. കാരണം ആര് പറഞ്ഞാലും ശരിയാവാനും തെറ്റാവാനും കൊള്ളാൻ പറ്റിയതുകൊണ്ട് തള്ളാൻ പറ്റിയതുകൊണ്ട്. ആരൊഴിച്ച്? ഈ ഖബറിൽ കിടക്കുന്ന ആളൊഴിച്ച്. സുബ്ഹാനല്ലാഹ്. ക്ലാസിന്റെ രൂപമാണ്, ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ് നമ്മൾ. സുന്നത്തിലേക്ക് വേണ്ടി മാത്രം ക്ഷണിക്കുക. വേറെ എന്ത് പറഞ്ഞാലും, ഏതൊക്കെ പണ്ഡിതന്മാരുടെ ഫത്വകൾ പറഞ്ഞാലും, ഫത്വകളുടെ കോലം പറയാൻ നിന്നാൽ തീരൂല മക്കളെ.
ഫത്വയുടെ കോലം ഞാൻ ഒരെണ്ണ സാമ്പിളിന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 1.25 അവസാനിപ്പിക്കേണ്ടതാണ്. ഒരു 5 മിനിറ്റോടെ കൂടിയിട്ടുണ്ട്. ഒരു സാമ്പിൾ പഠിക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഒരാളുടെ കാറ് ഓട്ടത്തിൽ നിന്നുപോയി. കാറ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാറങ്ങോട്ട് നിന്നുപോയി. അങ്ങനെ നിന്നുപോയ കാറ് വല നോക്കിയിട്ടൊന്നും നടക്കണില്ല. അപ്പം എന്തോ സംതിങ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പിന്നെ കാറ് നിന്നുപോയി, അതിനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ആ കാറിന് കണ്ണീർ ബാധിച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആരെയാണോ സംശയം അയാളെ കൊണ്ട് ഒന്നു അടുപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ടുവന്ന് റേഡിയേറ്ററിൽ ഒഴിക്കുക, എന്നാ ശരിയായിക്കോളും. ഒരാൾ കൊടുത്ത ഫത്വയാണ്. സൗദിയിലെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ ഫത്വയാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ റേഡിയേറ്ററിൽ വെള്ളമിന് ഒതുവടിപ്പിച്ചിട്ട് വെള്ളം കൊണ്ടുവന്ന് റേഡിയേറ്ററിൽ ഒഴിച്ചാൽ കാർ ശരിയാകും. ഈ ജാതി 100 കണക്കിന് ഫത്വകൾ പറയാൻ കഴിയും. അതുകൊണ്ടാ പറഞ്ഞത്, എത്ര വലിയ ആലിമീങ്ങളായാലും പണ്ഡിതന്മാരാണെങ്കിലും അബദ്ധം പറ്റാം, തെറ്റുപറ്റാം, കുറ്റം പറ്റാം, ഒക്കെ വരാം. പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരാളുണ്ട്. ആര്? സയ്യിദുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ട് മടക്കിയാൽ മതി, ഒക്കെ ക്ലിയറാണ്. എന്തൊരു സുഖാന്നറിയോ? ഒരു ടെൻഷനും ഇല്ല നമുക്ക്. കാരണം എന്താ വെച്ചാൽ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു എന്ന ഹദീസിലുള്ളത്. ഖലാസ്. അല്ല ഇത് മതി. മനസ്സിലായോ? സ്വഹീഹായ ഹദീസിൽ അങ്ങനെ ഉണ്ട്. അൽഹംദുലില്ലാ. എന്തെങ്ങനെ കൈവെക്കണ്? ഹദീസിൽ അങ്ങനെ ഉണ്ട്. എന്താ നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത്? ഹദീസിൽ അങ്ങനെ ഉണ്ട്. അതിൽ ഇമാമിയങ്ങളൊക്കെ അവരുടെ ആവശ്യത്തിന് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പറ്റുവാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കില്ല. പഠിച്ചൊന്നും പറയൂല. ഇത് തള്ളിയ പ്രശ്നം. ഏത് തള്ളിയാൽ? റസൂലുള്ളാഹിനെ തള്ളിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയാൽ പണിയാണ്. അതുകൊണ്ട് സേഫാവണോ? സുന്നത്തിലേക്ക് മടങ്ങണം, സുന്നത്തിൽ അടിയുറച്ച് നിൽക്കണം. ബിദ്അത്താണെന്ന് ബോധ്യമുള്ളതും സംശയമുള്ളതുമാണെങ്കിൽ അങ്ങോട്ട് മാറ്റിവെക്കുക. ഉറപ്പുള്ള സുന്നത്തിനെ കൃത്യമായി അനുധാവനം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.